നമസ്കാരം. നമ്മുടെ കടലിൽ നടന്ന കപ്പൽ അപകടങ്ങളുടെ സമയത്ത് എൽസ-3യുടെയും വാൻഹായ് 503യുടെയും പരിസരത്തു കൂടി കടന്നുപോയ കപ്പലുകൾ ഏതായിരുന്നു എന്ന് അന്വേഷിക്കണം. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. മൂന്നാല് ദിവസം മുമ്പ് സെയിലിംഗ് കമന്ററി ആവശ്യപ്പെട്ടത് ഏറ്റവും ഒടുവിലത്തെ 22ാമത്തെ മദർപോർട്ട് ന്യൂസിന്റെ ന്യൂസ് ലെറ്റർ നിർബന്ധമായും എല്ലാവരും, പ്രത്യേകിച്ച് സെയിലിംഗ് കമന്ററിയുടെ പ്രേക്ഷകർ വായിച്ചിരിക്കണം എന്നുള്ളതായിരുന്നു. അതിന്റെ അവസാന പാരഗ്രാഫ് ഇങ്ങനെയാണ് അവസാനിക്കുന്നത്: ഹാവിംഗ് ഫെയിൽഡ് ടു ഹോൾട്ട് ദി അൺവാണ്ടഡ് പോർട്ട്. പലർക്കും ആവശ്യമില്ലാത്ത പോർട്ട് തടസ്സപ്പെടുത്താൻ നോക്കി, പരമാവധി ദ്രോഹം ചെയ്യാൻ നോക്കി, എന്നിട്ടും നടക്കാതെ പോയ പോർട്ടിന്റെ പ്രവർത്തനം. ഹാവിംഗ് ഫെയിൽഡ് ടു ഹോൾട്ട് ദി അൺവാണ്ടഡ് പോർട്ട്, ദ സ്ട്രാറ്റജി അപ്പിയേഴ്സ് ടു ബി. എന്തായാലും പോർട്ട് നടക്കരുതെന്ന് ആഗ്രഹിച്ച പോർട്ടിന്റെ പൂർത്തീകരണം കഴിഞ്ഞു. പിന്നെ അടുത്ത സ്ട്രാറ്റജി എന്താണ്? ദ സ്ട്രാറ്റജി അപ്പിയേഴ്സ് ടു ബി വൈ നോട്ട് പ്രിവെന്റ് ഷിപ്സ് ഫ്രം യൂസിംഗ് ദീസ് വാട്ടേഴ്സ്. എന്തായാലും നടക്കരുതെന്ന് ആഗ്രഹിച്ച പോർട്ട് പൂർത്തിയായി. ഇനിയിപ്പോ എന്ത് ചെയ്യണം? അതിന്റെ മുമ്പേ കൂടിയുള്ള കപ്പൽ യാത്രകൾ തടയണം, അവസാനിപ്പിക്കണം. ഇൻ അതർ വേർഡ്സ്, മോർ വെസൽസ് മേ സിങ്ക്, ബേൺ ആൻഡ് എക്സ്പ്ലോഡ് ഇൻ അവർ സീസ്. ഇങ്ങനെയാണ് ആ ഒരു ചെറിയ ലേഖനം അവസാനിപ്പിക്കുന്നത്. ഈ നമ്മുടെ കടലിൽ നടന്ന ഈ രണ്ട് അപകടങ്ങളുടെ സാധ്യതകൾ എന്തായിരുന്നു, ആരൊക്കെയാവും പിന്നിൽ പ്രവർത്തിച്ചത് തുടങ്ങിയവയൊക്കെയായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. ഇനിയും ആ ന്യൂസ് ലെറ്റർ വായിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് 9847124633 ഒരു മെസ്സേജ് അയച്ചാൽ മതി. കാരണം നമ്മൾ പോർട്ട് നന്നായിട്ട് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പോർട്ടിനെതിരെ വരാവുന്ന ആക്രമണങ്ങൾ ചെറുക്കാനും തയ്യാറാവണം. ചെറുക്കണമെങ്കിൽ നമ്മൾ അതൊക്കെ മനസ്സിലാക്കണം. എവിടെ നോക്കിയാണ് ഇത്തരം ആക്രമണങ്ങൾ വരാൻ സാധ്യതയുള്ളത് എന്നും നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഇപ്പോൾ വാൻഹായ് 503 ഏകദേശം തീ അണഞ്ഞു കഴിഞ്ഞപ്പോൾ അവളെ, ആ കപ്പലിനെ ഏതെങ്കിലും പോർട്ടിലോട്ട് അടുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ഒരു ഗതികേട്. നമ്മളെന്തോ ആനയാണ്, കപ്പൽ ഗതാഗത രംഗത്ത്, കപ്പൽ നിർമ്മാണ രംഗത്ത് പുലിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു കപ്പലിനെ ഹാർബറിൽ കൊണ്ടുവന്ന് അത് റിപ്പയർ ചെയ്യുവാനുള്ള ഫെസിലിറ്റി നമുക്കില്ല. ഇവിടെയാണ് ട്രിവാൻഡ്രത്ത് പുതിയൊരു കപ്പൽശാല വേണം എന്ന് പറയുന്നത്. ഇത്തരം കപ്പലുകൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിനും ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾ നിർമ്മിക്കുന്നതിനും അത്തരമൊരു കപ്പൽശാല അത്യാവശ്യമാണ്. അത് ആരൊക്കെ മൂടിവെക്കാൻ ശ്രമിച്ചാലും അതിനുവേണ്ടിയുള്ള മുറവിളികൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോ വാൻഹായ് 503യെ ജബലാലിയിലോട്ട് കൊണ്ടുപോകണോ, ഖത്തറിലോട്ട് കൊണ്ടുപോകണോ, കുഞ്ഞ് ബഹ്റിനിലോട്ട് കൊണ്ടുപോകണോ എന്നൊക്കെയുള്ള ചർച്ച നടക്കുകയാണ്. അവിടെ നമ്മൾ അവകാശവാദം ഉന്നയിക്കുന്നില്ല. നമുക്ക് ദുരിതം മുഴുവൻ നമുക്ക് തന്നു, ഫ്യൂവലായിട്ടും മറ്റ് മാലിന്യങ്ങളായിട്ടും നമ്മുടെ കടലിൽ സംഭാവന ചെയ്തിട്ട് അതിൽ നിന്നുണ്ടാകാവുന്ന ഒരു അല്പം ബെനിഫിറ്റ് എടുക്കുവാൻ ഇന്ത്യ തയ്യാറാകുന്നില്ല എന്നിടത്ത് മാറി ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ആരായാലും, സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും ഇത്തരം രംഗങ്ങളിൽ നമ്മൾ എവിടെയും ഇല്ല. ഒരു പോർട്ടും, ഇന്ത്യയിലെ ഒരു പോർട്ടും ഇതിന് പ്രാപ്തരല്ല, അതിനുള്ള ഇൻഫ്രാ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ഇങ്ങനെ അപകടം സംഭവിച്ച സാഹചര്യം എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. കഥ തുടരുന്നതിന് മുമ്പ് ഇടയ്ക്ക് ഓർമ്മ വന്ന ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ സെയിലിംഗ് കമന്ററി ഇംഗ്ലീഷിലോ മറ്റ് ഭാഷകളിലോ ഒക്കെ കേൾക്കുന്നുണ്ടെന്ന് പലരും പരാതി പറയുന്നു. ഇതിനകത്ത് സെയിലിംഗ് കമന്ററിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. യൂട്യൂബിന്റെ ചില പരീക്ഷണങ്ങളാണ്. തീർച്ചയായും അത് നല്ല പരീക്ഷണങ്ങളാണ്. ഏത് ഭാഷയിൽ, മലയാളം മാത്രം അറിയാവുന്നവർ, മലയാളം മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് കൂടി വേണമെങ്കിൽ സെയിലിംഗ് കമന്ററി കേൾക്കാൻ അവസരമുണ്ടാകുന്നതാണ് യൂട്യൂബിന്റെ പരീക്ഷണം. സെയിലിംഗ് കമന്ററിക്ക് അതിനകത്തൊരു പങ്കുമില്ല. അപ്പോൾ തന്നെ അതിനകത്ത് ഓപ്ഷൻ ഉണ്ടെന്നാണ് അറിയുന്നത്. ഏത് ലാംഗ്വേജിൽ കേൾക്കണം എന്ന് തീരുമാനിക്കാൻ നമുക്ക് തന്നെ കഴിയും. മലയാളം വേണോ, ഇംഗ്ലീഷ് വേണോ, ഹിന്ദി വേണോ, പോർച്ചുഗീസ് വേണോ, സ്പാനിഷ് വേണോ എന്നൊക്കെ തീരുമാനിക്കാൻ കഴിയും. അപ്പൊ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ളവർ ആ മലയാളത്തിലോട്ട് മാറാൻ ശ്രമിക്കുക. അത് കുറച്ച് കഴിയുമ്പോൾ ആ പരീക്ഷണം സ്റ്റെബിലൈസ് ചെയ്യുകയും വളരെ ഈസി ആയിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാനും പറ്റും. ഇവിടെ the recent ship accidents in the Arabian Sea have raised concerns about potential sabotage using high-power microwave devices or electromagnetic pulse technology.
ഇതായിരുന്നു മദർപോർട്ട് ന്യൂസ് വിശദമായി സംസാരിക്കാൻ ശ്രമിച്ചത്. ബോധപൂർവമായിട്ടുള്ള ഒരു അപകടം ആയിരുന്നോ ഈ 2 കപ്പലുകളും സംഭവിച്ചത് എന്നുള്ളതിന് ആക്കം കൂട്ടുന്ന തരത്തിൽ പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. റിമോട്ടായിട്ട് ദൂരെ ഇരുന്നുകൊണ്ട് തന്നെ വേണമെങ്കിൽ കപ്പലുകളെ തകർക്കാം, കപ്പലുകളെ അപകടപ്പെടുത്താം. അങ്ങനെ അപകടപ്പെടുത്തേണ്ടവർ, ആഗ്രഹിക്കുന്നവർ നമ്മുടെ ചുറ്റിലുമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയുള്ള കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. HPM ഡിവൈസസ് ലൈക്ക്, HPM എന്ന് പറയുന്നതാണ് ഹൈ പവർ മൈക്രോവേവ്. HPM ഡിവൈസസ് ലൈക്ക് അൽക്ക DEW എന്ന് പറയുന്നത് ഡയറക്റ്റഡ് എനർജി വെപ്പൺ, ഒരു പുതിയ തരം യുദ്ധതന്ത്രമാണ്. അത് നമ്മുടെ കടലിൽ പ്രയോഗിച്ചിരിക്കുന്നു എന്നാണ് ഒരു ഊഹോപോഹം. ക്യാൻ ക്രിപ്പിൾ ഇലക്ട്രോണിക് സിസ്റ്റംസ്, കപ്പലിന്റെ ഇലക്ട്രോണിക് സിസ്റ്റത്തെ തകരാറിലാക്കാം. പൊട്ടൻഷ്യലി കോസിംഗ് ഷിപ്സ് ടു ലൂസ് നാവിഗേഷൻ, അതിന്റെ മുന്നോട്ടുള്ള പോക്കിനെ തന്നെ തകിടം മറിക്കാം. എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് എൽസാത്രി കറങ്ങി തിരിയുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നല്ലോ. അപ്പൊ അതിന്റെ നാവിഗേഷണൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ തകരാറിലാക്കാം. കമ്മ്യൂണിക്കേഷൻ ഓർ പ്രൊപ്പൽഷൻ, ഇതിന്റെ മുന്നോട്ട് പോകുന്നതിനുള്ളതും കമ്മ്യൂണിക്കേഷനുമായിട്ടുള്ള സകല ഇലക്ട്രോണിക് യന്ത്രങ്ങളും റിമോട്ടായിട്ട് വേണമെങ്കിൽ തകർക്കാം. മദർപോർട്ട് ന്യൂസിൽ പറഞ്ഞിരുന്നത് ലെബനോണിൽ ഇസ്രയേൽ പ്രയോഗിച്ചു എന്ന് പറയുന്ന പേജർ പൊട്ടിത്തെറി ടെല്ലവീവിൽ ഇരുന്നു കൊണ്ട് ലെബനോണിൽ ഒരു അപകടം ഉണ്ടാക്കാൻ കഴിയുന്നത് പോലെ വേണമെങ്കിൽ എൽസാ-3യിലെയും വാൻഹായ് 503യിലെയും യന്ത്ര സംവിധാനങ്ങൾ കുറച്ചകലെ ഇരുന്നു കൊണ്ട് തകരാറിലാക്കാൻ കഴിയും. അതാണോ സംഭവിച്ചതെന്ന് ബന്ധപ്പെട്ടവർ അന്വേഷിക്കണം. ഈ കുറച്ചകലെ എന്നുള്ളത് കൃത്യമായും പറയുന്നുണ്ട്. ദിസ് കുഡ് ലീഡ് ടു ആക്സിഡന്റ്സ് എസ്പെഷ്യലി ഇൻ ക്രിട്ടിക്കൽ ഷിപ്പിംഗ് ലൈൻസ് ലൈക്ക് ദി അറേബ്യൻ സീ. ലോകത്തിന്റെ പൊതുവായ ഒരു കപ്പൽ പാതയാണ് അറേബ്യൻ സീ. അവിടെ വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അപകടം സാധ്യമാണ്. അങ്ങനെ നിർവഹിക്കാൻ കഴിവുള്ള രാജ്യങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. ടർക്കി ആരുടെ കൂടെയാണെന്ന് അറിയാമല്ലോ. ടർക്കി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സുഹൃത്തുക്കളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകും. ടർക്കി ഡെവലപ്ഡ് അൽക്ക ഡ്യൂ ഈസ് എ പോർട്ടൽ HPM, കൊണ്ട് നടക്കാവുന്ന, കൈകൊണ്ടല്ല ഒരു ചെറിയ വാഹനത്തിലെ മറ്റോ കൊണ്ടു നടക്കാവുന്ന ഹൈ പവർ മൈക്രോവേവ്, അതാണ് HPM ഡിവൈസ് ദാറ്റ് ക്യാൻ ഡിസ്റപ്റ്റ് ഇലക്ട്രോണിക് സിസ്റ്റംസ് വിത്തിൻ എ റേഞ്ച് ഓഫ് 1500 to 5000 meters. 1.5 കിലോമീറ്റർ മുതൽ 5 കിലോമീറ്റർ അകലത്തിലിരുന്നു കൊണ്ട് കപ്പൽ മാത്രമല്ല മറ്റു പലയിടത്തെയും യന്ത്ര സംവിധാനങ്ങൾ തകർക്കാൻ കഴിയും എന്നുള്ളതാണ് പുതിയ HPM എന്ന് പറയുന്ന ടെക്നോളജി. ഇതിനിടയ്ക്ക് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞല്ലോ, ഇന്ത്യയിൽ നടന്ന IPL ബ്ലാക്ക് ഔട്ട് ആക്കാൻ, പവർ ഫെയിലിയർ വരുത്താൻ അവരുടെ വാരിയേഴ്സ്, അവരുടെ സൈബർ വാരിയേഴ്സ് അവർക്ക് കഴിഞ്ഞുവെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പോ അത്തരം ആളുകളെല്ലാം കൂടി ചേർന്നുകൊണ്ട് 1500, 5000 മീറ്റർ, 1.5 കിലോമീറ്റർ, 5 കിലോമീറ്റർ അകലത്തിൽ കൂടി പോയ ഏതെങ്കിലും ഒരു കപ്പലിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു തന്ത്രം മെനഞ്ഞതാണോ എൽസാ-3യെ മുക്കിയത്, വാൻഹായ് 503യെ മുക്കിയത്? കാരണം എന്താണ്? ലേഖനത്തിന്റെ തൊട്ടു മുകളിലുള്ള ടൈറ്റിൽ എന്താണെന്ന് അറിയാമോ? ദ ബർമുഡ ട്രയാങ്കിൾ സ്ട്രാറ്റജി. നമ്മുടെ കടൽ ഒരു ബർമുഡ ട്രയാങ്കിളിന്റെ ഭീതി ഉണർത്തണം. കപ്പലുകൾ ഈ പരിസരത്തോട്ട് വരരുത്, TRVയുടെ അടുത്തുകൂടി വരരുത്, മറ്റെവിടെ വേണമെങ്കിലും കൂടെ പോവാം, TRVയുടെ അടുത്തുകൂടി വരാതെ നോക്കണം എന്നുള്ളതാണ് ഈ 2 അപകടങ്ങളിലൂടെയും ലക്ഷ്യം വെച്ചവരുടെ ഉദ്ദേശ്യം എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് കൂടുതൽ അടിവരയിട്ട് പറയുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ അവസാനം പറഞ്ഞതുപോലെ മോർ വെസൽസ് മേ സിങ്ക്, ബേൺ ആൻഡ് എക്സ്പ്ലോഡ് ഇൻ അവർ സീസ്. ഇനി ഇന്നലത്തെ റിപ്പോർട്ടിന്റെ ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ഒരു സ്ഥലവാസിയും ഒരു എഞ്ചിനീയർ, മുതിർന്ന ഒരു എഞ്ചിനീയറാണ്, സർക്കാർ സർവീസിലുള്ള ഒരു എഞ്ചിനീയറാണ്, അവിടെ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ സ്ലോ ആക്കണം, എങ്ങനെ വേഗതയിലാക്കണം എന്ന്, റോഡിന്റെ കണക്ടിവിറ്റിയാണ്. റോഡ് കണക്ട് ചെയ്യാൻ ഹൈവേയിൽ എത്തുന്നതിന് മുമ്പ് ഒരു അമ്പലത്തിലേക്കുള്ള വഴിയുണ്ട്. സ്ഥലവാസിയാണ്, അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. റോഡ് കണക്ട് ചെയ്യാൻ ഹൈവേയിൽ എത്തുന്നതിന് മുമ്പ് ഒരു അമ്പലത്തിലേക്കുള്ള വഴിയുണ്ട്. അവിടെ കുറച്ച് ജോലി ബാക്കിയുണ്ട്.
ഇപ്പോൾ അത് ചെയ്യുന്നു. ഇതൊക്കെ നേരത്തെ ചെയ്യാൻ കഴിയുമായിരുന്നു. ഹൈവേയിൽ ബന്ധിപ്പിക്കുന്ന ജോലികൾ സമാന്തരമായി നടത്താവുന്നതാണ്. അതൊന്നും തുടങ്ങിയിട്ടില്ല. ഇനി 1 വർഷം കൊണ്ടും പൂർത്തിയാക്കണമെന്ന് സർക്കാരിന് ആത്മാർത്ഥതയില്ല. ഇതാണ് നമ്മുടെ റോഡ് കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് പോർട്ട് കൊണ്ട് കാശിന്റെ പ്രയോജനം ഉണ്ടാകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. സമീപഭാവി കുറഞ്ഞപക്ഷം 1 വർഷത്തേക്കെങ്കിലും ഉണ്ടാവില്ല എന്ന് ഏകദേശം ധാരണയായി കഴിഞ്ഞു. ഇനി നമുക്ക് കാഴ്ച കാണാനുള്ള കപ്പൽ, ഇനി അങ്ങനെ പറയാൻ പറ്റുള്ളൂ, നമുക്ക് കാഴ്ച കാണാനുള്ള ഏതെങ്കിലും കപ്പലുകൾ വന്നു പോയോ എന്ന് നോക്കാം. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.